ഈവനിങ്. എൻ്റെ പേര് അജീന. ഇന്ന് തൊട്ട് ഞാനാണ് നിങ്ങളുടെ ട്യൂട്ടർ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളെല്ലാവരും ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും പിന്നെ നിങ്ങൾക്ക് IT ബാക്ക്ഗ്രൗണ്ട്സ് എത്ര ഉണ്ടെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണേ. അഭിഷേക് സ്റ്റാർട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ. കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ആ ഇപ്പൊ ജസ്റ്റ് കോഴ്സ് എന്ന രീതിയിൽ എടുക്കുവാണോ അതോ ജോബ് ഉണ്ടോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആദർശ്. ആ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുവാണ് ആദർ? എന്ത് ചെയ്യുവാണ്? ഓക്കെ. ഓൾറെഡി പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അൻസിയ. പറഞ്ഞോളൂ. ഉം. ആ പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടോ അതോ? ഓക്കെ. കരിയർ സ്വിച്ച് ചെയ്യാനാണല്ലേ? ഓക്കെ. അരുൺ. ഓക്കെ. ആ ഓക്കെ ഓക്കെ. ദെൻ ഹസ്ന. ഹസ്ന. റിക്സാന. പറഞ്ഞോളൂ ഹസ്ന. ആ ഓക്കെ. 2024 ആണോ? ഓക്കെ ഓക്കെ. റിക്സാന. പറഞ്ഞോളൂ. റിക്സാന ഓഡിബിൾ ആണോ? ഹലോ. ഇപ്പൊ കേൾക്കാം. പറഞ്ഞോളൂ. ഓക്കെ. വോയിസ് ക്ലിയർ അല്ല എങ്കിലും ഓക്കെ, ചെറുതായിട്ടൊക്കെ ഞാൻ കേട്ടു. ഓക്കെ. MCA പാസ് ഔട്ട് അല്ലേ? ഓക്കെ ഫൈൻ. ദെൻ TP ദേവപ്രയാഗ്. കേൾക്കാം. പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട്സ് IT ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളവരാണല്ലേ? ഏകദേശം കരിയർ സ്വിച്ച് ചെയ്യാൻ വന്നിരിക്കുന്ന ഏകദേശം ഒരാളുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഏകദേശം ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരുടെ കയ്യിലും സിസ്റ്റം ഉണ്ടോ? സിസ്റ്റം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേ. ജസ്റ്റ് ചാറ്റിൽ നോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. സിസ്റ്റം ഉള്ളവർ എസ് എന്നും കൂടി അയച്ചോളൂ. ഓക്കെ. ഓക്കെ ഓക്കെ.
ഇപ്പൊ ജോയിൻ ചെയ്തത് ആരാണ് അനുജ? ഹലോ അനുജ. ഓക്കെ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എല്ലാവരും സിസ്റ്റം ആയിട്ടിരിക്കുക. നമ്മൾ ലൈവ് ആയിട്ടായിരിക്കും കോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ലൈവ് ആയിട്ട് തന്നെ ചെയ്തു പോകുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ. അപ്പോൾ ഓരോ ദിവസം പഠിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങൾ കോഡ് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇടുക. അപ്പം നമുക്ക് അതനുസരിച്ചിട്ടാണ് അറ്റൻഡൻസ് എടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ രണ്ടുപേരും പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അനുജ് and ആദർശ്. ആദർശ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ആദർശ്. ഓക്കെ. അപ്പൊ എല്ലാ ദിവസവും നിങ്ങളുടെ ക്ലാസ് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനൊരു 7:58 ആകുമ്പോൾ തന്നെ ജോയിൻ മീറ്റിൽ കാണും. അപ്പോൾ നേരത്തെ ജോയിൻ ചെയ്യുക. മാക്സിമം ഒരു 8:02 മുമ്പായിട്ട് എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് വരുന്നവർക്ക് ഞാൻ സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ വരും എന്നുള്ളത് കാണാൻ പറ്റില്ല. സോ മാക്സിമം നേരത്തെ ജോയിൻ ചെയ്യുക. ഓക്കെ. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ ഒരു 9 പേര് അടുത്തേ നിങ്ങളുടെ ക്ലാസ്സിലുള്ളൂ. സോ നിങ്ങൾ ഓക്കെ. അനുജ. അനുജ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഓക്കെ. പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടോ? ആ, ഓക്കെ ആണ്. ഓക്കെ. നേരത്തെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയാമോ? ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ തൊട്ട് കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. ആദർശ്. ആദർശ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ആ, പറഞ്ഞോളൂ. ആ, യെസ്. ഓക്കെ ആണ്. ആ, ഓക്കെ. 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 അപ്പൊ ഏകദേശം പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവാം. പെട്ടെന്നായിരിക്കും നമ്മുടെ ക്ലാസ്സസ്. നിങ്ങൾക്ക് ഏകദേശം പൈത്തൺ ഏ ഓക്കെ. ഓക്കെ ആണ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. അനുജ ആൻഡ് ആദർശ് വോയിസ്. ആ, മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. ഓക്കെ. ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? അരുൺ, അൻസിയ. ഓക്കെ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. ഞാൻ എന്ത് ചോദിച്ചാലും എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ഇൻസ്റ്റാളേഷനും ഇൻട്രൊഡക്ഷനും ആണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ ഇന്ന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് പോവുക. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇന്ന് സിസ്റ്റം ഇല്ലാത്തവര് നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് തന്നെ എല്ലാം പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് പൈത്തൺ സ്റ്റാർട്ട് ചെയ്യാം. പൈത്തൺ എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ. അപ്പൊ കറന്റ്ലി പൈത്തൺ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പൈത്തൺ യൂസ് ചെയ്യുന്നത് നമ്മുടെ വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയും പിന്നെ അതുപോലെ ആപ്പ് ഡെവലപ്മെന്റ് ചെയ്യാനും പിന്നെ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് പൈത്തൺ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എയിൽ വരെ പൈത്തൺ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഡെവലപ്പേഴ്സ് മാത്രമല്ല പൈത്തൺ യൂസ് ചെയ്യുന്നത്, മാത്തമാറ്റീഷ്യനും അതുപോലെ സയന്റിസ്റ്റ് ഒക്കെ നമ്മുടെ പൈത്തൺ യൂസ് ചെയ്യാറുണ്ട്. സയന്റിസ്റ്റ് അക്കൗണ്ടന്റിലൊക്കെ പൈത്തൺ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അതായത് C++, ജാവ, അതൊക്കെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിന്റെ കൂട്ടത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ പൈത്തൺ ആണ് മോസ്റ്റ് പോപ്പുലറും
ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് നോക്കുവാണെങ്കിൽ പൈത്തൺ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തന്നെ പൈത്തന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. സോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും, അതുപോലെ പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോ IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പോലും പെട്ടെന്ന് പൈത്തൺ പഠിക്കാനായിട്ട് പറ്റും. അപ്പോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സച്ചാസ് വിൻഡോസ്, ലിനക്സ്, മാക്, ഇതിലെല്ലാത്തിലും പൈത്തൺ ഒരുപോലെ തന്നെ സപ്പോർട്ടായിട്ട് വർക്ക് ആവും. ഓക്കെ, പിന്നെന്താ, പിന്നെ നിങ്ങൾ പൈത്തൺ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ പൈത്തൺ ഡെവലപ്പർ ആവാൻ പറ്റും. അപ്പൊ നിങ്ങൾ ജാങ്കോ ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജാങ്കോ ഡെവലപ്പർ ആവാം. അതുപോലെ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് HTML CSS എന്നൊക്കെ പറയും. അപ്പൊ അത് നിങ്ങൾ ഇതിന്റെ കൂടെ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് സ്വിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ പൈത്തൺ ബാക്ക് എൻഡിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇത് രണ്ടും അല്ലെങ്കിൽ ഡേറ്റാബേസ് അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഏകദേശം പൈത്തൺ എന്താണെന്ന് മനസ്സിലായോ? ഒട്ടും അറിയാത്തവർക്ക് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇൻസ്റ്റാളേഷൻ ആണ്. അപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും നെറ്റ്വർക്ക് കണക്ഷൻ നല്ല ഉള്ള ആരെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. നമുക്ക് ലൈവായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ആര് ഷെയർ ചെയ്യും? പ്രോപ്പറായിട്ട് ആർക്കാണ് കണക്ഷൻ ഉള്ളത്? അൻസിയ ഓക്കെ ആണോ? ആ, ഓക്കെ ഓക്കെ. അരുൺ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതില്ലാത്ത ആരുണ്ട്? ഹസ്ന, ഹസ്ന ഓക്കെ ആണോ? ഓക്കെ, റിക്സാന. ആ, റിക്സാനയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ. TP ദേവപ്രയാഗ്. അഭിഷേക്. ഓക്കെ, ആദർശ്. ആദർശ് ചന്ദ്രൻ ആൻഡ് ആദർശ് കേസ്. VS കോഡ്. ഓക്കെ, ആദർശ് ചന്ദ്രൻ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. വൈച്ചാമില്ലല്ലോ അല്ലേ? ഓക്കെ, ആദർശ് ചന്ദ്രൻ ഷെയർ ചെയ്തോളൂ. അപ്പൊ ബാക്കിയുള്ളവര് ഓരോ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക, ഇത് നോക്കി ചെയ്യുക. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ മെയില് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. ആ മെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ മെയിൽ കൊടുക്കുന്ന മെയിലായിരിക്കണം നിങ്ങൾ, യൂട്യൂബിലായിരിക്കും വീഡിയോ, അത് നോക്കി പഠിക്കുക. ഓക്കെ, എല്ലാവരും ഇന്ന് തന്നെ മെയിൽ കൊടുക്കുക. നമ്മൾ ഓരോ ക്ലാസ്സിൽ ചെയ്യിക്കുന്ന കാര്യം നിങ്ങൾ അപ്പം തന്നെ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ടാസ്കും കാണും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ആദർശ് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ സിസ്റ്റം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു നോട്ട് എടുക്കുക, എന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ നോട്ട് ചെയ്യുക. എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നാളത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൈത്തൺ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈത്തൺ വേണം. ഓക്കെ, പൈത്തൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈത്തൺ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ആ പ്രോഗ്രാംസ് റൺ ചെയ്യാൻ വേണ്ടി നമുക്കൊരു IDE വേണം. ആ IDE ആണ് പൈച്ചാം. പൈച്ചാമിലായിരിക്കും നമ്മൾ പൈത്തൺ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യുന്നത്. സോ ഈ രണ്ട് സോഫ്റ്റ്വെയർസ് നമുക്ക് വേണം. ഫസ്റ്റ് തന്നെ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിളിലേക്ക് വരിക, എന്നിട്ട് ജസ്റ്റ് python.org എന്ന് കൊടുക്കുക. python.org എന്ന് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി പൈത്തൺ ചെയ്തവരാണെങ്കിൽ ഓക്കെ, അല്ലാത്തവർ ഈ ഒരു സ്റ്റെപ്പ് നോട്ട് ചെയ്യുക. അപ്പൊ ഇതിൽ തന്നെ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ്സിന്റെ അവിടെ പോയി കീബോർഡ് കഴിഞ്ഞിട്ടുള്ള ഡൗൺലോഡ്സ്. അപ്പൊ ഇതിൽ കണ്ടോ, ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് പൈത്തൺ 3.13 ആണ്. അത് ഡൗൺലോഡ് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപോലെ മുന്നോട്ട് പോകണം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ പറയുക, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക.
ഇല്ലെങ്കിൽ നോ എന്ന് പറയുക. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളവർ കാണും, അതുകൊണ്ടാണ് പറയുന്നത്. ഡൗൺലോഡ് ആയോ? എന്ത് പറ്റി? ആദർശ്. ആ, ഓക്കെ ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, നിങ്ങളൊന്നും പറയുന്നില്ലേ. ആ അതെന്താ എങ്ങനെയാണെന്നറിയാവോ? അത് എൻ്റെ സ്ക്രീൻ കൊടുത്ത് ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റെ സ്ക്രീൻ ഒന്നും കൂടി ഷെയർ ചെയ്തേ. അപ്പൊ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും മൂന്ന് ഓപ്ഷൻസ് കാണും. അതിൽ എൻ്റെ സ്ക്രീൻ കൊടുക്കുക, എന്നിട്ട് ആ സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ മതി. ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കി. സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ നോക്കുക. എൻ്റെ സ്ക്രീൻ കണ്ടോ? അത് ഹലോ. അപ്പൊ പൈത്തൺ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയവര് യെസ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടേക്കണേ. ഓക്കെ അല്ലേ? എൻ്റെ സ്ക്രീൻ കൊടുത്ത് ഷെയർ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞവര് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടുത്തെ രീതിയിൽ എല്ലാം ക്ലിക്ക് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് എവിടെ? ആ ഒരു സ്റ്റെപ്പ് കാണണമല്ലോ. കസ്റ്റമൈസ് കൊടുത്ത് കസ്റ്റമൈസ്. ഓക്കെ, എല്ലാം ക്ലിക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതും കൂടി ചെയ്തേക്കും. ഓക്കെ, ഇനി ഇൻസ്റ്റാൾ ചെയ്തോളൂ. ഇല്ലെങ്കിൽ ലാസ്റ്റത്തത്. ഓക്കെ ഓക്കെ. എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇതെന്താ ഇങ്ങനെ വന്നത്? വിൻഡോസ് തന്നെ അല്ലേ? മാക് ആണോ? മാക്കിൽ എല്ലാ സ്റ്റെപ്പും വേറെ ആയിരിക്കുമല്ലോ. ഓക്കെ, വിൻഡോസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? മിക്കവരുടെയും വിൻഡോസ് അല്ലേ, അപ്പൊ നമ്മൾ മാക്കിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. വിൻഡോസ് ഉള്ള ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? ആദർശ് കേസ് ഓക്കെ ആണോ? ആദർശ്, അനൂജ ഓക്കെ ആണോ സ്ക്രീൻ ഷെയർ ചെയ്യാൻ? ഹലോ. പൈച്ചാം ഉണ്ടോ? പൈച്ചാം ഉണ്ടോ? ഓക്കെ ഓക്കെ. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് റെസ്പോണ്ട്. നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും പൈച്ചാം ഉണ്ടെങ്കിൽ നമുക്ക് കോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈച്ചാം ഇല്ലാത്ത ആരൊക്കെയാ ഉള്ളത്? ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേ. അഭിഷേകിന് പൈച്ചാം ഉണ്ട്, അതുപോലെ അനുജയ്ക്കുണ്ട്. ബാക്കിയുള്ളവരൊന്ന് മെസ്സേജ് അയച്ചേ.
അരുൺ. ഓക്കെ. അൻസിയ. അൻസിയുടെ ഇല്ലല്ലേ ലാപ്പ്? ഓക്കെ. ഹസ്ന. ലാപ്പില്ലേ? ആ, സ്ക്രീൻ ഷെയർ ചെയ്തോളൂ, നമുക്ക് നോക്കാം. വോയിസ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. പൈത്തൺ പൈത്തൺ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞവർ നമുക്ക് നെക്സ്റ്റ് പൈച്ചാം ചെയ്യാം. അപ്പൊ അതിന് മുമ്പായിട്ട് പൈത്തൺ കംപ്ലീറ്റ് ചെയ്തവര് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. വിൻഡോസ് ക്ലിക്ക് ചെയ്ത് CMD എന്ന് കൊടുക്കുക, എന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. പൈത്തൺ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞവരെ. പൈത്തൺ ഡൗൺലോഡ് ചെയ്തായിരുന്നോ അസ്ന? ഇൻസ്റ്റോൾ ചെയ്തായിരുന്നോ? ഓക്കെ. ഇനി കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് CMD കൊടുത്തു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. എൻ്റെ സ്ക്രീൻ ആണോ കൊടുത്തത്? ഇതിനകത്ത് ഗൂഗിൾ മാത്രമാണല്ലോ വിസിബിൾ ആയിട്ട് ഉള്ളത്. പൈത്തൺ. ഓക്കെ, ഒന്നും കാണുന്നില്ല കേട്ടോ, പൈത്തൺ മാത്രമാണ് കാണുന്നത്. എൻ്റെ സ്ക്രീൻ കൊടുത്തിട്ട് ആ ഒരു സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്തേ. ഓക്കെ. ഇനി കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, എന്നിട്ട് പൈത്തൺ സ്പേസ് CMD. അത് ഗൂഗിൾ അല്ല കേട്ടോ. ലെഫ്റ്റ് ആയി പോയി. ഓക്കെ, ഞാൻ തന്നെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞവർ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് CMD എന്ന് കൊടുക്കുക. അപ്പൊ ആദ്യം കാണുന്ന കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എല്ലാരും കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക പൈത്തൺ സ്പേസ് മൈനസ് മൈനസ് വെർഷൻ. ഓക്കെ, പൈത്തൺ സ്പേസ് മൈനസ് മൈനസ് വെർഷൻ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ പൈത്തൺ വെർഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ പൈത്തൺ പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്നാണ്. ഓക്കെ, ചെക്ക് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പൈത്തൺ സ്പേസ് മൈനസ് മൈനസ് വെർഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, അത്ര
അത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞവരെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അരുണിന്റെ ഓക്കെ ആണ്. ഹസ്നയ്ക്ക് എന്ത് പറ്റി? നെറ്റ്വർക്ക് പോയോ? ഓക്കെ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോളൂ, നമുക്ക് പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ പൈത്തൺ കറക്റ്റ് ആയിട്ട് വർക്ക് ആയവർക്ക് നമുക്ക് നെക്സ്റ്റ് പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യാം. പൈത്തൺ പ്രോഗ്രാംസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈച്ചാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരെ നിങ്ങൾ ഗൂഗിളിൽ ചെല്ലുക, ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യാം പൈച്ചാം ഡൗൺലോഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. പൈച്ചാം ഡൗൺലോഡ്, PYCHARM, പൈച്ചാം ഡൗൺലോഡ്, RM ആണ്. ഓക്കെ, താഴേക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ജെറ്റ് ബ്രെയിൻസിന്റെ പൈച്ചാം കാണും ഫസ്റ്റ്, അത് ഓപ്പൺ ചെയ്യാം. ആദ്യത്തത് തന്നെ ജെറ്റ് ബ്രെയിൻസ് ഡൗൺലോഡ് പൈച്ചാം ദ പൈത്തൺ, അതെ ഫസ്റ്റത്തത് ഓപ്പൺ ചെയ്യാം. എല്ലാവരും ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ ഇത് ഡൗൺലോഡ് ചെയ്യാം, അക്സെപ്റ്റ് കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പൈച്ചാം. ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ ഓക്കെ, പൈച്ചാം ഡൗൺലോഡ് കൊടുത്തോ എല്ലാരും? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ളവർ ചെയ്യുക. ഡൗൺലോഡ് കൊടുത്തവരൊന്ന് മെസ്സേജ് അയക്കുക. ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. നെറ്റ്വർക്ക് നല്ല സ്ലോ ആണല്ലേ? അഭിഷേക് എന്തായി? ഓക്കെ, ആദർശ് മാക്കില് ഡൗൺലോഡ് ചെയ്ത് കേട്ടോ? അരുൺ ഡൗൺലോഡ് കഴിഞ്ഞോ? ഓക്കെ, റിക്സാന ആ അതെ, ഡയറക്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പറയണേ. ഓക്കെ, അരുണിന്റെ ഓക്കെ ആണ്. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ ഡൗൺലോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? കാര്യം ഹസ്ബൻഡ് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഇത് ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, ഹസ്ന സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ.
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇൻസ്റ്റോളേഷൻ കംപ്ലീറ്റ് ചെയ്യണം, അതുകൊണ്ടാണ്. ഇൻസ്റ്റാളും ആണോ ഓൾറെഡി? അരുൺ ഡൗൺലോഡ് ആക്കി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഹസ്ന ആൻഡ് റിക്സാന, നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഡൗൺലോഡ് ചെയ്യാൻ. ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്ന് പറയണേ. ഓക്കെ. അയ്യോ, അവൻ ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? നെറ്റ് അത്രയും ലാഗ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തോളൂ, നെറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ. ആ, ഓക്കെ ഓക്കെ. റിക്സാന, ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നല്ലോ അല്ലേ? ആ, നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഹസ്ന ഇത് നോക്കി കംപ്ലീറ്റ് ചെയ്യണേ. അരുൺ അൺഇൻസ്റ്റാൾ ചെയ്തില്ലായിരുന്നല്ലോ അല്ലേ? എൻ്റെ സ്ക്രീൻ കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസ് കാണും ടോപ്പിൽ. അതിൽ എൻ്റെ സ്ക്രീൻ കൊടുക്കുക, എന്നിട്ട് ആ സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്താൽ മതി. അപ്പാരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ മൂന്ന് ഓപ്ഷൻസ് ഇല്ലേ? ക്രോം ടാബ്, വിൻഡോ, എൻ്റെ സ്ക്രീൻ. അതിൽ എൻ്റെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തെ സ്ക്രീൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി ഡൗൺലോഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത്. ഓക്കെ. ഇവിടുന്ന് നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് പാത്ത്, ഈ ഒരു പാത്ത് മതിയെങ്കിൽ അവിടുന്ന് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ. ഇവിടുന്ന് ഐക്കൺസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഐക്കൺസും വേണമെങ്കിൽ എല്ലാ ഐക്കൺസും ക്ലിക്ക് ചെയ്തോളൂ. ആ, ഓക്കെ, എല്ലാം കൊടുത്തോളൂ. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ജെറ്റ് ബ്രെയിൻസ് ആണോ ഓട്ടോമാറ്റിക്കലി ഉള്ളത്? ഡിഫോൾട്ട് ആയിട്ടുള്ളത് തന്നെ കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാളേഷൻ വരും. ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. അപ്പോൾ സിസ്റ്റം ഇല്ലാത്തവര് ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ പ്രോപ്പറായിട്ട് പൈത്തൺ ആൻഡ് പൈച്ചാം ഉണ്ടായിരിക്കണം. ഓക്കെ. മാക്സിമം സിസ്റ്റംസ് ഒക്കെ കാണുക. ഓക്കെ. നമ്മൾ ബേസിക് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ക്ലാസ്സിലും കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് അറിയിക്കുക, ഇൻഫോം ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ 8:02 മുമ്പായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട് പാഡ് എടുത്ത് നോട്ട് ചെയ്യാൻ നോക്കുക. കാര്യം എല്ലാ ക്ലാസ്സിലും നമ്മൾ ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അറ്റൻഡൻസ് നോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഡെയിലി വർക്കൗട്ട് ഡേറ്റാസ് ഗ്രൂപ്പിൽ ഇടുന്ന അനുസരിച്ചിട്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഹസ്ന എവിടം വരെ ചെയ്തു? ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിരുന്നോ? ഓക്കെ, ബാക്കി സ്റ്റെപ്പ് ചെയ്യണേ. ഓക്കെ ഓക്കെ. അഭിഷേക്, ആദർശ് എന്തായി? ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ ഓക്കെ ഓക്കെ, അത് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക, റൺ പൈച്ചാം കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഇപ്പൊ പൈച്ചാമ്പ് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ആൻഡ് ഡൗൺലോഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈച്ചാമ്പിൽ പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് ആ പ്രൊജക്റ്റിന് ഓരോ ഫയൽസ് ആയിട്ടായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതും കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് പൈച്ചാം ഓപ്പൺ ചെയ്യുക. ഓൾറെഡി ഉള്ളവരാണെങ്കിൽ നിങ്ങളും എല്ലാവരും ഓപ്പൺ ചെയ്യുക പൈച്ചാം. ഓക്കെ, കൺഫേം കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഹലോ ഹലോ കൊടുക്കുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അല്ല കേട്ടോ, സ്കിപ്പ് കൊടുത്തോളൂ, അതൊന്നും വേണ്ട. സ്കിപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മൾ ന്യൂ പ്രൊജക്ട് ചെയ്യുന്നത്. ന്യൂ പ്രൊജക്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യാം. ഇത് ജൂപ്പിറ്റർ അല്ലല്ലോ അല്ലേ? പൈത്തൺ പ്രൊജക്ട് അല്ലേ? പൈത്തൺ പ്രൊജക്ട്. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് വെൽക്കം സ്ക്രിപ്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് വെൽക്കം സ്ക്രിപ്റ്റിന്റെ അവിടെ ഒരു ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് പൈത്തൺ പ്രൊജക്ട്. വെൽക്കം സ്ക്രിപ്റ്റ് കൊടുത്തില്ലേ? എന്നിട്ട് വെൽക്കം സ്ക്രിപ്റ്റ്. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈത്തൺ പൈച്ചാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ കോഡ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കും. താഴെയായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസിന്റെ ഒക്കെ എണ്ണമായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ പ്രൊജക്ടിന്റെ പേര്. ഈ പ്രൊജക്റ്റിൽ ഓരോ ഫയൽസ് ആയിട്ടായിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വരെയുള്ള സ്റ്റെപ്പ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് വരാം. സ്റ്റോപ്പ് ചെയ്തോളൂ സ്ക്രീൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക എല്ലാവരും. ഇനിയും പൈച്ചാം ആൻഡ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റോപ്പായി സ്റ്റക്ക് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്ക് അപ്പൊ തന്നെ ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ പൈത്തന്റെ ഇൻട്രൊഡക്ഷൻ ആരെങ്കിലും ഒരാളൊന്ന് മനസ്സിലായ രീതിയിൽ ഒന്ന് പറഞ്ഞേ. അരുൺ, അരുൺ പറഞ്ഞേ. ആ ചോദിച്ചോളൂ.
പക്ഷെ നമ്മള് ഓരോ പ്ലാറ്റ്ഫോമും കൂടി നമ്മൾ പഠിക്കണ്ടേ? അതായത് ഇപ്പോ പൈചാം എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റ് ആണ്, പൈത്തണിന്റെ ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പോൾ ഈ പൈത്തൺ പ്രോഗ്രാംസ് ഈ എൻവയോൺമെന്റ് യൂസ് ചെയ്ത് നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. പി എസ് കോഡ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പൈചാം അറിയായിരിക്കും, എങ്കിലും കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈത്തൺ പൈചാമിൽ ചെയ്യുന്നത്. പിന്നെ ജാങ്കോയിലേക്ക് വരുമ്പോൾ എന്തായാലും നിങ്ങൾ വി എസ് കോഡ് തന്നെയായിരിക്കും ചെയ്യുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് വി എസ് കോഡും പഠിക്കാം, പൈചാമും പഠിക്കാം. സോ പൈചാമിൽ തന്നെ പൈത്തൺ പ്രോഗ്രാംസ് ചെയ്യാൻ നോക്കാം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ അരുൺ ഒന്ന് പറഞ്ഞു, ഇന്ന് മനസ്സിലായ കാര്യങ്ങൾ, പൈത്തന്റെ കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലായി പറഞ്ഞേ. ആ. ഉം. ഓക്കെ. കറന്റ് യൂസ് ചെയ്യുന്ന വെർഷൻ ഏതാണ്? അനുജ അനുജ പറഞ്ഞേ. ആ. എന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ഒരാളും കൂടി ചോദിക്കാം. അനുജ മനസ്സിലായ കാര്യങ്ങളൊന്ന് പറഞ്ഞു. ആ. ആ കേൾക്കാം. ഓക്കെയാണ് ഓക്കെയാണ്, പറഞ്ഞോളൂ. ആ. ഓക്കെ. പൈത്തൺ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പൈത്തൺ പ്രോഗ്രാംസിന് വേണ്ടി നമ്മൾ പൈത്തൺ യൂസ് ചെയ്യും. ആ പ്രോഗ്രാംസ് റൺ ചെയ്യാൻ വേണ്ടി പൈത്തൺ യൂസ് ചെയ്യും. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇവിടം വരെ ഓക്കെ ആയിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊജക്റ്റ് വരെ ഓക്കെ ആയിട്ട് വരിക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവും. താങ്ക് യു. ആ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് വീഡിയോ നാളത്തെ ക്ലാസ്സിന് മുമ്പ് എന്തായാലും ഷെയർ ചെയ്യും. ഓക്കെ അല്ലേ? ഇൻസ്റ്റാളേഷൻ ഒന്നും ഇല്ല. പൈച്ചാം ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാം ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് ഫിനിഷ് ചെയ്താൽ മതി. എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട. അത് ഓട്ടോമാറ്റിക്കലി പൈത്തൺ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണും. അത് തന്നെ അങ്ങ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് ചെയ്താൽ മതി. ഓക്കെ. നാളത്തെ ക്ലാസ്സിൽ ഇത് ഇത്രയും സെറ്റ് ആയിട്ട് വരാം. ഓക്കെ. അല്ല, 3.13 ആണ്.